ഏവർക്കും നമസ്കാരം. ഇന്നിപ്പോ ഞായറാഴ്ചയാണ് കേട്ടോ. ഇന്നെനിക്ക് പോകണ്ടാത്തത് അവധി ദിവസമാണ്. അത് തന്നെ അവധി ദിവസം ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ എഴുന്നേറ്റേ ഉള്ളൂ കേട്ടോ രാവിലെ. പക്ഷെ ഞാനിപ്പോ എഴുന്നേറ്റുള്ളെങ്കിൽ അമ്മ നേരത്തെ എഴുന്നേറ്റ് ഇതേ ഓരോ പണികളിലാട്ടോ. അപ്പൊ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചാൽ അമ്മ ഇങ്ങനെ വറ്റൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണേ. ഇത് കാണിച്ചു വറ്റൽ ഉണ്ടാക്കിയത് പൊളിച്ചെടുക്കുക കേട്ടോ. നമ്മളിത് വീഡിയോ ഇടാന്നൊക്കെ വിചാരിച്ച് എടുത്തേക്കണ വറ്റൽ ഉണ്ടാക്കിയതാണ്. ഇത് വറ്റലാട്ടോ. ഇത് കപ്പ വറ്റലാണ്. അപ്പൊ കപ്പ വറ്റൽ ഉണ്ടാക്കണ എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാം. ഈ കപ്പ കൊണ്ട് പല സാധനങ്ങൾ ഉണ്ടാക്കാം. കപ്പ വേവിച്ച് തിന്നാൻ മാത്രമല്ല കൊള്ളാവുന്ന. കപ്പ കൊണ്ട് പണ്ട് നമ്മൾ അവല് കപ്പ ഉണ്ടാക്കും. നമ്മൾ തളിരരിഞ്ഞ് തളിരെന്ന് പറഞ്ഞാൽ കനം കുറച്ച് ചീവി നമ്മൾ കപ്പ അരിയും. ആ കപ്പ അരിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് തലേ ദിവസം കഴുകി വാരി വെള്ളത്തിലിടും. വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അത് കഴുകി വാരി തിളയ്ക്കും. അങ്ങ് പ്ലാവില തൊലിയെക്കാട്ടി കനം കുറച്ച് അരിയുന്നത് കപ്പ, അവല് കപ്പ. അപ്പൊ അത് നമ്മൾ പിറ്റേ ദിവസം രാവിലെ അത് വെള്ളം തിളപ്പിച്ച് വെള്ളത്തിനകത്തിട്ട് കഴുകി വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് വാരി വെള്ളം അടി നല്ല പനമ്പേര മണ്ണൊന്നും തെറിക്കരുത്. പിന്നെ അതിന് കഴുകലൊന്നുമില്ല. അപ്പൊ നമ്മൾ പനമ്പയെ കൊണ്ട് നിരത്തിയിട്ട് ഉണങ്ങുമ്പോ ഈ തളിര് കപ്പ അവല് ഇത് മറ്റില്ല. മറ്റേ അവലും തളിര് ഒന്നാ പേരൊന്നാ കപ്പ ഒന്നാണ്. അപ്പൊ നമ്മൾ അതിങ്ങനെ ഉണങ്ങിയിട്ട് അത് 3-4 ദിവസം ആകുമ്പോഴത്തേക്ക് ചുമ്മാ പിറകെ കടുകടോന്ന് തിന്നാം. അപ്പൊ നമ്മൾ അത് ഉണങ്ങി വാരിയിട്ട് പാത്രത്തിനകത്ത് ഇട്ടിട്ട് അടച്ചു വെച്ചേക്കും. എന്തിനാ ഈ ചില ദിവസം അന്നൊന്നും ഈ അരിപ്പലഹാരങ്ങളൊന്നും ഇല്ല കേട്ടോ. ഈ വല്ലപ്പോഴും ഒരു വിശേഷ ദീപാവലി കരിണ്ടലി ഉണ്ടാക്കി, അല്ലെങ്കിൽ കറുത്തവാവിന് ഒരു അടയുണ്ടാക്കി, അങ്ങനെയൊക്കെയുള്ള. അല്ലെ എന്നും ഒന്നും ഒരു വീട്ടിലും പലഹാരങ്ങളില്ല. രാവിലെ പഴങ്കഞ്ഞി കുടിക്കും, അല്ലെങ്കിൽ കപ്പ വെച്ച് തിന്നും, അല്ലെങ്കിൽ ചക്ക വെച്ച്, അല്ലെങ്കിൽ പുഴുക്ക് തിന്നും. അങ്ങനെയൊക്കെയാണ് രാവിലെ പഴങ്കഞ്ഞി. മിക്കവാറും പഴങ്കഞ്ഞിക്ക് ഉണ്ടാക്കി വെക്കും. പഴങ്കഞ്ഞിക്ക് ഇപ്പൊ നാളെ രാവിലെ പഴങ്കഞ്ഞിക്കൊന്നും ഇല്ലെങ്കിൽ വൈകിട്ട് കപ്പയൊക്കെ വേവിച്ച്, അല്ലെങ്കിൽ ചക്കയാന്ന്, അല്ലെങ്കിൽ ചക്കക്കൂഞ്ഞായാലും വേവിച്ച് വെക്കും. അപ്പൊ അതിനകത്ത് ഇച്ചിരി ചോറും ഇച്ചിരി മാങ്ങാക്കറി, മാങ്ങയുള്ള കാലത്ത് മാങ്ങാക്കറി വെക്കും. കഞ്ഞിവെള്ളവും കളയൂല കേട്ടോ. പഴങ്കഞ്ഞി കഞ്ഞി നമ്മൾ ഉച്ചയ്ക്ക് വെക്കുന്ന കഞ്ഞിവെള്ളം ചാക്കേരടി ആണെങ്കിലും കളയൂല, കുത്തിരടി ആണെങ്കിലും കളയൂല. ആ കഞ്ഞിവെള്ളം വെച്ചേക്കും. വെച്ചിരുന്നിട്ട് ഈ പഴങ്കഞ്ഞിക്കകത്ത് ഈ ചക്കക്കൂഞ്ഞ് വേവിച്ചതിനകത്ത് ഇച്ചിരി ചോറൊക്കെ ഒന്ന് കുറവുള്ള കാലമാണ്. ഇച്ചിരി ചോറ് വെട്ടിച്ച് മാങ്ങാക്കറി ഒഴിച്ച് 2 കാന്താരിമുളക് കൊണ്ട് അത് ഉടച്ചിട്ട്. മാങ്ങാക്കറി അതല്ല, മാങ്ങ നമ്മൾ തേങ്ങ അരച്ചിട്ട് മാങ്ങ മുറുക്കിയിട്ട് അടുപ്പ് വെച്ച് അങ്ങനെ ഒരു മാങ്ങാക്കറി എളുപ്പക്കൂട്ടാനുണ്ട്. അത് സത്യത്തിൽ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. മാങ്ങാക്കറി നമ്മൾ കഴിഞ്ഞ കൊല്ലം ഒന്ന് വെച്ചതാ. ഉണ്ട്. നമുക്ക് ഈ പ്രാവശ്യം ഒന്നും കൂടെ വെക്കാം മാങ്ങയാവണ സമയത്ത്. അപ്പൊ മാങ്ങ ആയി. അപ്പൊ നമ്മൾ അങ്ങനെ കറി വെച്ചിട്ട് പഴങ്കഞ്ഞിയാ കുടിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പഴങ്കഞ്ഞി ഇല്ലെങ്കിൽ ഈ അവല് കപ്പ ഉണങ്ങി വെച്ചത് നമ്മളെ കുറച്ചെടുത്തിട്ട് കപ്പ എടുത്തെടുത്ത് ഉരലൊക്കെ ഉള്ളവരെ ഒന്ന് ഇടിക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി ശർക്കരയോ തേങ്ങായോ ഒക്കെ കൊണ്ടിട്ടിട്ട് ഞെരിച്ച് വെള്ളം തെളിച്ചങ്ങ് ഞെരിടും. ഞെരടിയിട്ട് ഞങ്ങളൊക്കെ അന്ന് വട്ടയിലാണ് കൂടുതൽ നമ്മൾ ആഹാരം കഴിക്കാൻ എടുക്കുന്നത്. പാത്രമൊക്കെ കുറവാണ് എല്ലാ വീടുകളിലും. വട്ടയിലൊക്കെ പറിച്ചോണ്ട് വന്ന് അമ്മ രാവിലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ വട്ടയിലേക്ക് ഓരോ കുത്തി ഇങ്ങനെ വാരി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ വാരി തരും. അപ്പൊ ഞങ്ങൾ അതൊക്കെ തിന്നും. അപ്പൊ ഞങ്ങൾ നല്ല എല്ലാ വീടുകളിലും ഉണങ്ങും. വലിയവൻ ഉള്ളവന്റെ വീട്ടിലും ഉണങ്ങും, ഇല്ലാത്തവന്റെ വീട്ടിലും ഉണങ്ങും. അപ്പൊ അങ്ങനെ ഈ അവല് കപ്പ ഉണങ്ങും. പിന്നെ അതുപോലെ തന്നെ കപ്പ കൊണ്ട് ഉപ്പേരിക്കപ്പ. ഇവിടൊക്കെ പറഞ്ഞ ഇവിടൊക്കെ പറഞ്ഞ കോന്തുകപ്പ എന്നാ. അവിടൊക്കെ പറയുന്ന തെക്കോട്ടൊക്കെ പറഞ്ഞ ഉപ്പേരിക്കപ്പ ഉണങ്ങുക. ഈ ഉപ്പേരിക്കപ്പ ഉണങ്ങി വെച്ചാലും അതുപോലെ തന്നെ നമ്മള് വാട്ടി തലേ ദിവസം അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ട് അങ്ങനെ കപ്പ വാട്ടി വെയിലത്തിട്ട് ഉണക്കി നമ്മൾ വെച്ചേക്കും. അപ്പൊ നമുക്കൊന്നും തിന്നാനില്ലാത്ത സമയത്ത് രാവിലെ 2 ഉപ്പേരിക്കപ്പയൊക്കെ വറുത്ത് എടുക്കും. അതുപോലെ തന്നെ കപ്പ വാട്ടി ഉണങ്ങും. കപ്പ വാട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ ചില ദിവസങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ കപ്പ ഓട്ടിലിട്ട് വറക്കും. ഈ വാട്ടിയ കപ്പ ഈ കാലത്തിനകത്തിട്ട് വറുത്തിട്ട് ഉരലിലിട്ട് ഇടിക്കും. ഇടിച്ചിട്ട് ശർക്കരയും തേങ്ങായും ഒക്കെ ചേർത്ത് അതൊക്കെ അങ്ങനെയൊക്കെ തിന്നാൻ ഭയങ്കര രുചിയാകട്ടെ. ഇന്നുള്ളവർക്കൊന്നും നമ്മളങ്ങനൊന്നും ഉണ്ടാക്കാറില്ല. കപ്പ വാട്ടുന്നില്ലല്ലോ നമ്മളാരും കപ്പ. അന്നൊക്കെ ഞങ്ങളുടെ നാട്ടിലോട്ടൊക്കെ കപ്പയുടെ പണിയാണ്. കപ്പപ്പണി. അയ്യോ, കപ്പപ്പണി കഴിഞ്ഞാൽ അപ്പൊ പിന്നെ കൊയ്ത്തിന്റെ പണിയായി. ഈ കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിലും കാഞ്ഞിരപ്പള്ളി ഭാഗങ്ങളിലും അങ്ങനെ തന്നെയാണ് കപ്പപ്പണിയാന്നാ പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ ഉണങ്ങി തിന്നും. അപ്പൊ അതുപോലെ വെള്ളി കപ്പ. വേറെ കാര്യം ഉണ്ട് കേട്ടോ. ആളുകൾ വിചാരിക്കും, മിക്കവാറും നമ്മുടെ വ്യൂവേഴ്സ് വിചാരിക്കും ഞാനിങ്ങനെ ചുമ്മാ അമ്മേനെ കൊണ്ട് പണിയിപ്പിച്ചിട്ടിരിക്കുകയാണെന്ന് ഓർക്കും. എന്റെ കയ്യിൽ സെൽഫി സ്റ്റാൻഡ് ഇരിക്കുന്നതുകൊണ്ട് കേട്ടോ. കാരണം ക്യാമറ പിടിച്ചേക്കണോണ്ടാണ് ഞാൻ ചെയ്യാതിരിക്കുന്നത്. അപ്പൊ ഞാൻ കാര്യം ക്യാമറ ഇവിടെ ഒന്ന് വെക്കാം കേട്ടോ, എന്നിട്ട് ബാക്കി പറയാം. ഈ കപ്പ കൊണ്ട് നമുക്ക് ഒത്തിരി ഉപകാരം നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഞാൻ എത്ര നല്ല കറക്കാന്ന് ഞാൻ വന്നപ്പോ എല്ലാം തീർന്നു, പൊളിച്ചു കഴിഞ്ഞു. ഉറുമ്പ് മഴക്കാലത്ത് അരി ശേഖരിക്കുന്നത് പോലെയാണ് നമ്മൾ മഴക്കാലത്ത് തിന്നാനെ കൊണ്ടുള്ള ഈ കപ്പയൊക്കെ ഇങ്ങനെ നമ്മൾ ഉണങ്ങി പാട്ടി വെക്കും. കപ്പ നമുക്ക് ഇല്ലാത്തവരെ കാശ് കൊടുത്ത് കപ്പ മേടിച്ച് ഇങ്ങനെ ഉണങ്ങി വെക്കും. അപ്പൊ നമ്മുടെ വറ്റല് ഇങ്ങനെ നമ്മള് വെയിലത്തിടാൻ വേണ്ടിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്തായാലും മൊത്തം പൊളിച്ചു തീർന്നു. അപ്പം ഇതിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. വറ്റൽ ഉണ്ടാക്കണതിന്റെ വീഡിയോ.
പിന്നെ ഇന്ന് രാവിലെ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ, രാവിലെ അല്ലെങ്കിൽ എല്ലാ ദിവസവും ഞങ്ങൾ രാവിലെ അതിരാവിലെ എഴുന്നേക്കണം. അപ്പൊ ഇന്ന് ഞാൻ എഴുന്നേറ്റു. പിന്നെ വേറൊരു കാര്യം പറയട്ടെ കേട്ടോ, നമുക്ക് കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല തിരക്ക് എന്ന് പറഞ്ഞാൽ നല്ല തിരക്കായിരുന്നു. ഞാനും തിരക്കായിരുന്നു, അമ്മയും തിരക്കായിരുന്നു. അമ്മയുടെ തിരക്ക് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സുഖമില്ലാത്തതിന്റെ തിരക്ക്, പിന്നെ കപ്പപ്പണിയുടെ തിരക്ക്, അങ്ങനെ കുറെ കൂവപ്പൊടിയുടെ തിരക്ക്. അത് പറയുമ്പോഴത്തെ നമ്മളൊരു കൂവപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് പണി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പണിയായിരുന്നു. പക്ഷെ വീഡിയോ ഇട്ടിട്ടില്ല യൂട്യൂബില്. കൂവപ്പൊടി ഇഷ്ടം പോലെ കിട്ടി. ഒത്തിരി കൂവപ്പൊടി കിട്ടിട്ടോ ഇവിടെ. ഇപ്പൊ നമ്മള് 5 കിലോ അരി പൊടിക്കുന്ന അത്രയും കൂവപ്പൊടി. അപ്പൊ നമ്മള് വേനൽക്കാലത്ത് നമുക്കിപ്പോ ഭയങ്കര ചൂടായതുകൊണ്ട് നമ്മള് മഴക്കാലത്ത് ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോ കഴിക്കാൻ വേണ്ടിയിട്ട് പല പല സാധനങ്ങൾ ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിലൊന്നാണ് വറ്റല്. വറ്റൽ ഉണ്ടാക്കാനായിട്ട് ചുമ്മാ നമ്മൾ വറ്റൽ ഉണ്ടാക്കി കഴിഞ്ഞാണല്ലോ വറ്റല് പൂത്തു പോയി. അപ്പൊ അതെങ്ങനെയാ ഉണ്ടാക്കണേന്നൊക്കെ നമ്മുടെ ഒരു വീഡിയോ ഉണ്ട്, അതിന്റെ അകത്ത് പറയാനുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ എത്ര നാൾ വേണേലും വറ്റലിരിക്കും. പുറത്തേക്കൊക്കെ വിരുന്നുകാരൊക്കെ വരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് 2 വറ്റിലും വറുത്ത എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ ചോറ് കൊടുക്കാം. അങ്ങനെയൊക്കെ ഞങ്ങൾ പണ്ട് ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ അപ്പൊ പറഞ്ഞു എന്താ വെച്ചാൽ നമ്മള് കൂവപ്പൊടി ഉണ്ടാക്കി. കൂവപ്പൊടി സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടാക്കി എന്നാന്നറിയോ, നമ്മള് കൂവപ്പൊടി ഉണ്ടാക്കിയ ഒരു കുഞ്ഞൊരു വീഡിയോ സത്യത്തിൽ ഇട്ടിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ റഫായിട്ട് എടുത്തൊരു വീഡിയോ, പക്ഷെ നന്നായിട്ട് കൃത്യമായിട്ട് കാണിക്കുന്ന വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ. അതെന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കൂവപ്പൊടിയുടെ പണി എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയോളം ഉണ്ട് പണി, അല്ലേ? ഒരാഴ്ച ഞാൻ പണിയും. അപ്പൊ വേറൊരു കാര്യമുണ്ട്, ഒരാഴ്ച പണി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുകയോ ഭയങ്കര പാടാ കൂവപ്പൊടിയൊക്കെ എടുക്കാന്ന് വിചാരിക്കും. പക്ഷെ ഇച്ചിരി പാടൊക്കെ ഉണ്ട്, എന്നാലും അത് വലിയ പാടെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ 1 കിലോ കൂവപ്പൊടിക്ക് 2000 രൂപയുടെ അടുത്ത് വിലയുണ്ട്. 2000-ന് മുകളിലൊക്കെ വിലയുണ്ട്. ഓർഗാനിക് ആരോറൂട്ട് പൗഡറിന് വിലയുണ്ട്, നല്ല വിലയുണ്ട്. അതേസമയം വില കുറഞ്ഞത് കൊണ്ട് കേട്ടോ കൂവപ്പൊടി. അപ്പൊ അതെങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം ഇതിന്റെ അവൈലബിലിറ്റി വളരെ കുറവാണ് കൂവയുടെ. പിന്നെ ഉണ്ടാക്കിയെടുക്കേണ്ട പ്രോസസ്സ് കുറച്ച് സങ്കീർണം എന്നൊക്കെ നമ്മളിങ്ങനെ ആൾക്കാരെല്ലാരും പറയുന്നത് ഭയങ്കര പാടാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ബസ്സിന് പോയപ്പോഴത്തേക്കും സ്കൂളിലേക്ക് പോണ വഴിക്ക് ബസ്സിൽ കയറിയപ്പം 2 ചേട്ടന്മാർ ഇങ്ങനെ പുറകിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അവര് പണിക്കാരായിട്ടുള്ള സാധാരണ എന്തോ പണി ചെയ്യുന്ന ആൾക്കാർ, അത് കൃഷിപ്പണിയൊക്കെ ചെയ്യുന്ന 2 ചേട്ടന്മാർ ബസ്സിന്റെ പുറകിലിരിപ്പുണ്ട്. അപ്പൊ അവര് പറയുന്നത് കൂവയുടെ കാര്യം പറയണം. അപ്പൊ ഞാൻ ഹെഡ്ഫോൺ വെച്ചോണ്ടിരിക്കണേൽ ഞാൻ ഒരു ഹെഡ്ഫോണേ വെച്ചിട്ടുള്ളൂ. അപ്പൊ ഈ കൂവയുടെ കാര്യം പറയുന്നോണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഹെഡ്ഫോൺ ഞാൻ ഹെഡ്ഫോൺ എടുത്തിട്ട് ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ കൂവ ഉണ്ടായിരുന്നോന്ന് ചോദിച്ചു. കൂവ വിൽക്കണ കാര്യമൊക്കെ അവര് പറഞ്ഞു. അപ്പൊ ഞാൻ എന്നാ വിലയുണ്ട് കൂവയ്ക്ക് ചോദിച്ചപ്പോ അവര് പറഞ്ഞു 1 കിലോയ്ക്ക് 15 രൂപ എന്ന് പറഞ്ഞു, പച്ചക്കൂവയ്ക്ക്. അപ്പൊ മറ്റേ ചേട്ടൻ പറഞ്ഞ 15 കഴിഞ്ഞ ദിവസം ഞാൻ വിറ്റത് 20 രൂപയ്ക്കാന്ന് പറഞ്ഞു. അപ്പൊ അവരെങ്ങനെയാ വെച്ചാൽ കൂവ കിളച്ചിട്ട് ആ പച്ചക്ക് തന്നെ തൂക്കി കൊടുക്കും കിലോയ്ക്ക്. അപ്പൊ പുള്ളി പറഞ്ഞ 20 രൂപ കിട്ടി എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ഈ 15-നും 20-നും ഇടയ്ക്ക് വില പച്ചക്കൂവയ്ക്ക് കിട്ടും. ഈ കൂവ കിട്ടുന്ന എവിടുന്നാന്ന് വെച്ചാൽ പറമ്പിൽ നിന്നൊക്കെ കിട്ടും, റോഡ് സൈഡിൽ നിന്നൊക്കെ അവർ കിളച്ചിട്ടാണ് വിൽക്കുന്നത്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു ഉണങ്ങി കൊടുക്കും, ഇത് കൂവ കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് ഉണങ്ങി കൊടുക്കുവാണെങ്കിൽ അതിന് 160 രൂപ കിലോയ്ക്ക് വില ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ എന്തിനാ അങ്ങനെ അത്രയും പൈസക്ക് കൊടുത്തത്? ആ കൂവ കിളച്ചിട്ട് കൂവ പൊടിയാക്കാൻ പാടില്ലായിരുന്നോ? കൂവപ്പൊടി ആക്കുവാണെങ്കിൽ 2000 രൂപ അടുത്ത് വിലയുണ്ട്, നല്ല റേറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ആ ചേട്ടൻ അയ്യോ അത് ഭയങ്കര പണിയാ അതെന്ന് എന്നോട് പറഞ്ഞു കേട്ടോ. കൂവപ്പൊടി ഉണ്ടാക്കണ ഭയങ്കര പണിയാന്ന് പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടാ ഞങ്ങൾ കൂവപ്പൊടി ഉണ്ടാക്കിയായിരുന്നു കഴിഞ്ഞ ദിവസം. പണിയാണെങ്കിലും ഒത്തിരി പണിയൊന്നുമില്ല. പിന്നെ ഇത്രയും സാധനം നമുക്ക് കിട്ടുമല്ലോ, നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ ഉണ്ടാക്കുന്ന സാധനം എന്ന് പറയുമ്പോൾ നല്ല നല്ല സാധനം അല്ലേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഞാൻ അത് എങ്ങനെയാണ്, അപ്പൊ നമ്മള് കൂവപ്പൊടി ആളുകളുടെ ഒക്കെ വിചാരം കൂവപ്പൊടി ഉണ്ടാക്കാൻ ഭയങ്കര പാടാന്ന് വിചാരിക്കുന്നത്. നമ്മൾ ഇച്ചിരി ഉണ്ടാക്കി കഴിയാം, പിന്നെ നമുക്ക് ഇച്ചിരി പണിയുണ്ട്. പക്ഷേങ്കിൽ എങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കൂവപ്പൊടി ഉണ്ടാക്കാന്നുള്ളതിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്ന ഈ സമയത്താണ് കൂവപ്പൊടി ഉണ്ടാക്കുന്നത്. അപ്പൊ വീഡിയോ വരാൻ എനിക്ക് താമസിച്ചാൽ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ വീടിനടുത്തുള്ള കൂവയൊക്കെ കിളച്ചിട്ടേരാ അല്ലെ? കിളച്ച് വെള്ളം നനയാത്ത സ്ഥലത്ത് പിറക്കിയിട്ടേക്ക് നമുക്ക് ഉടനെ കൂവപ്പൊടി ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഈ വേനൽക്കാലത്ത് ഇപ്പം കൂവപ്പൊടി, കപ്പ വറ്റല്, അങ്ങനെയുള്ള കുറെ സാധനങ്ങൾ ഉണ്ടാക്കും. പിന്നെ പണ്ടൊക്കെ ഇപ്പൊ ചക്കയില്ല, പണ്ടൊക്കെ ഈ സമയത്തുണ്ടല്ലോ ചക്ക അരിഞ്ഞിട്ട് ഒത്തിരി ചക്ക ഉണ്ടാവുമായിരുന്നു അന്നൊക്കെ. ഇന്നിപ്പോ ചക്ക കുറവാ എല്ലായിടത്തും. ഈ ചക്ക വെട്ടി അരിഞ്ഞിട്ട് ഇങ്ങനെ ചക്ക ചവണിയൊക്കെ പറക്കിയിട്ട് നടുവെ കീറി കുരു മാറ്റിയിട്ട് ചക്ക 4ആയിട്ടും 5ആയിട്ടും കീറിയെടുക്കും. ഈ കീറി നീളത്തില് കീറിയിട്ട് വെള്ളം തിളപ്പിച്ച് അടുപ്പ വെച്ചിട്ട് ഉപ്പും മഞ്ഞളും കൂടെ വെള്ളത്തിൽ കലക്കും. എന്നിട്ട് ഈ കപ്പ എന്നിട്ട് ഈ ചക്ക ആ വെള്ളത്തിനകത്തിട്ട് ആ ചൂടുവെള്ളത്തിനകത്തിട്ട് പതുക്കെ തിളയ്ക്കുമ്പോൾ ചക്ക കോരിയെടുത്തിട്ട് ചക്ക പരമ്പയിലൊക്കെ, അന്നൊക്കെ പരമ്പുണ്ട്, എല്ലാ വീട്ടിലും പരമ്പുണ്ട്.
പരമ്പുണ്ട്. പരമ്പയിലിട്ട് ഇന്നല്ലേ ഇപ്പൊ പ്ലാസ്റ്റിക് ഷീറ്റ്, അന്നൊന്നും പ്ലാസ്റ്റിക് ഷീറ്റ് നമ്മുടെ വീട്ടില് പരമ്പുണ്ടായിരുന്നു. എവിടെ ഉണ്ടായിരുന്നു പരമ്പ്? നമ്മള് നെല്ലൊക്കെ വാങ്ങിക്കുമ്പോ പുഴുങ്ങി ഉണങ്ങാനൊക്കെ ഉണ്ട്. അപ്പൊ അതിലിട്ടിട്ട് ഈ ഉണങ്ങി ചക്ക ഉണങ്ങി വാരി വെച്ചേക്കും. അന്നേരം കർക്കിടക മാസം ഒക്കെ ആകുമ്പോ അന്നേരം കർക്കിടക മാസത്തിലൊക്കെ ഭയങ്കര ദാരിദ്ര്യമുള്ള കാലം. ഇതിനും കർക്കിടകവും ഭയങ്കര ദാരിദ്ര്യമുള്ള ഒരു കാലമായിരുന്നു. കള്ളക്കർക്കിടകം. കള്ളക്കർക്കിടകം എന്നാ പറയുന്നത്. കർക്കിടകം വരും എന്ന് പറയും. ഇതിനും കർക്കിടക മാസം എന്ന് പറയുമ്പോഴേ പേടിയാ മനുഷ്യനെല്ലാം. പട്ടിണിയാ, പിന്നെ പട്ടിണിയാണ് എല്ലാവർക്കും. ഒരു ദാരിദ്ര്യമുള്ള മാസമാണ് ഈ കർക്കിടകവും ഇതിനും കർക്കിടകവും. അപ്പൊ അന്നേരം ഈ കർക്കിടക മാസത്തിലൊക്കെ ഓരോരുത്തരും ഈ ചക്ക വാരി വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിൽ ഇട്ടിട്ട് കപ്പ കുതിർത്ത് വാരി എടുത്തിട്ട് ഇച്ചിരി തേങ്ങയും ജീരകവും കാന്താരിമുളകൊക്കെ ഉണ്ട് എല്ലാം കൂടി ചതച്ചിട്ട് അങ്ങനെ പുഴുങ്ങി തിന്നും. കർക്കിടക മാസത്തിലൊക്കെ ചക്ക കുറവില്ലയോ, അങ്ങനെ ചക്ക ഉണങ്ങി വെക്കുമായിരുന്നു, കപ്പ ഉണങ്ങി വെക്കുമായിരുന്നു. അങ്ങനെ പലതരം സാധനങ്ങൾ നമ്മൾ ശേഖരിച്ച് വെക്കും. അത് ഉറുമ്പരി ശേഖരിക്കുന്നത് പോലെ അന്ന് നമ്മളൊക്കെ തിന്നാനുള്ളതൊക്കെ നമ്മൾ ശേഖരിച്ച് വെക്കും. ഇന്നിപ്പോ ശേഖരണവും ഇല്ല. അന്നേരം പൈസ കൊടുക്കുക, മേടിക്കുക, കഴിക്കുക എന്നുള്ളതല്ലാതെ കണ്ട് അന്നിപ്പോ അതുപോലെ. പക്ഷെ ഇത് ഉണ്ടാക്കി വെക്കുമ്പോ ഇച്ചിരി കഷ്ടപ്പാടൊക്കെ അന്നേരം ഉണ്ട്. ഞങ്ങള് പണ്ടുണ്ടല്ലോ വേറൊരു വറ്റൽ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അത് അമ്മയല്ല ഉണ്ടാക്കുന്നത്. അമ്മ ഉണ്ടാക്കിയിട്ടില്ല, ഞാനും ചേച്ചിയും കൂടി ഉണ്ടാക്കുമായിരുന്നു ഗുജറാത്തിലായിരുന്ന സമയത്ത്. അപ്പൊ അന്നേരം അതിങ്ങനെ കഞ്ഞിവെള്ളം കൊണ്ടുള്ള വറ്റൽ ഉണ്ടാക്കുന്നു. കഞ്ഞിവെള്ളം കൊണ്ട് അത് നല്ല ടേസ്റ്റ് ആട്ടോ. കഞ്ഞിവെള്ളം കൊണ്ട് പിന്നെ അരി അരച്ച് പഴയ അരി ബാക്കി വരുന്നത് കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ വറ്റലുകൾ ഉണ്ടാക്കാം കേട്ടോ. പല ടേസ്റ്റിലുള്ള ഈ കപ്പപ്പൊടിക്കകത്ത് വെച്ചിട്ട് അരിപ്പൊടി ചേർത്ത് ഉണ്ടാക്കാം. അപ്പൊ പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞങ്ങള് രണ്ടുപേരും തിരക്കായിരുന്നു. അമ്മയ്ക്കും സുഖമില്ലായിരുന്നു, എനിക്കും സുഖവും ഇല്ല, തിരക്കും ഒക്കെ ആയിരുന്നു. ഉള്ള കാര്യം പറയാലോ. അതുകൊണ്ട് നമ്മുടെ വീഡിയോസിനൊക്കെ ആണെങ്കിലും കമന്റുകൾ വരാനടിച്ച് താമസമുണ്ട് കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീടിന്റെ അവിടെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇല്ല ഇവിടെ. ഞങ്ങൾ ഫോണൊക്കെ ചെയ്യണമെങ്കിൽ ഈ പറമ്പിലൊക്കെ പോയിട്ട് എന്നിട്ടാ ഫോൺ വിളിക്കണം. ഫോൺ ബെല്ലടിക്കും അകത്ത്, പക്ഷെ എന്നാലും നമുക്ക് അപ്പൊ ഇങ്ങനെ കട്ടായി വീടിന്റെ അകത്തുനിന്ന്. പിന്നെ എന്താ വെച്ചാൽ റേഞ്ചിന്റെ പ്രശ്നം നന്നായിട്ടുണ്ട് നമുക്കിവിടെ. അപ്പം റേഞ്ചിന്റെ പ്രശ്നമുള്ള കാരണം നമുക്ക് നെറ്റിന്റെ ലഭ്യത ഭയങ്കര കുറവാണ്. ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഞാൻ സത്യം പറയില്ല, ഞങ്ങളുടെ തൊട്ടത് ഇപ്പറേ റബ്ബർ തോട്ടം. അപ്പൊ റബ്ബർ തോട്ടത്തിന്റെ അകത്ത് നമ്മുടെ ഈ ചിരട്ടയൊക്കെ ആ സാധനം കെട്ടി വെച്ചാൽ വളയുണ്ടല്ലോ. റബ്ബർ തോട്ടത്തിൽ നമ്മുടെ അല്ല കേട്ടോ, വേറെ ആൾക്കാരെ പറയുന്നത്. അപ്പൊ അതിൽ വഴിയണപ്പൊക്കെ ഉണ്ട്. അപ്പം ഞാൻ വെച്ചാൽ കൂടിന്റെ അകത്ത് ഫോൺ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യാൻ ഇട്ടിട്ട് അവിടെ കൊണ്ട് കെട്ടിയിടും അതിന്റെ അകത്ത്, എന്നിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പോണ സമയത്ത് ട്രാവൽ ചെയ്യണ സമയത്താണെങ്കിൽ ഈസിയാണ്, അന്നേരം ഇടാം. ഇതെന്നാന്നറിയാം, രണ്ടായിട്ട് ഇട്ടേക്കണം. ഇത് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയ വറ്റലും ഇത് ഉണങ്ങാത്ത വറ്റൽ ഇങ്ങനെ നിരത്തിച്ച് ഉണങ്ങാനായിട്ട്. അപ്പം അതുകൊണ്ട് തന്നെ കമന്റുകൾ വരാനായിട്ട് കുറച്ചൊന്ന് താമസമുണ്ട്. എല്ലാ കമന്റുകളും നമ്മൾ നോക്കണുണ്ട്, കാണുന്നുണ്ട്. എല്ലാത്തിനും നിങ്ങൾ കമന്റുകളൊക്കെ ആണ്. നമുക്ക് വീഡിയോയ്ക്ക് കമന്റ് കുറവാണ്, ലൈക്ക് കുറവാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ ആരോടും പറയാറില്ലായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് എല്ലാവരും തന്നെ ഇപ്പം കമന്റും ലൈക്കും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനൊത്തിരി താങ്ക്സ് പറയുവാണ്. പിന്നെ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്ലൈ വരാനായിട്ട് ഇതാണ് കേട്ടോ പ്രശ്നം. കാരണം കുറെ ഇങ്ങനെ റിപ്ലൈ അയച്ച് വരുന്നുണ്ട്. കാരണം റിപ്ലൈ അയക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ ഹായ്, ഓക്കെ, താങ്ക് യു അങ്ങനെ പറഞ്ഞിട്ടല്ലോ. നമ്മൾ റിപ്ലൈ അയക്കുമ്പോൾ നമുക്ക് ഓരോന്നും അതിൻ്റെതായ രീതിയിൽ നമുക്ക് റിപ്ലൈ അയക്കണം. അപ്പൊ അതുകൊണ്ടാണ് താമസം. പിന്നെ ഓരോന്നും ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരുന്നതിന്റെ ഡിലേ ഉണ്ട്. അതിനിടയ്ക്ക് വീഡിയോ എഡിറ്റിങ്, വീഡിയോ ഷൂട്ട് ചെയ്യല്, അല്ലെ, പിന്നെ അതിനിടയ്ക്ക് വീട്ടിലെ പണികള് എല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് താമസമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ അകത്ത് നിങ്ങളോടുള്ള എല്ലാവരോടുള്ള ഒരു താങ്ക്സ് പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. കമന്റ് അറിയിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, അല്ലേ, കുറെ ആളുകളുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഉള്ളൊരു വലിയ താങ്ക്സ് നമ്മൾ അറിയിക്കുകയാണ്. പിന്നെ കുറെ ആൾക്കാർ കമന്റിലൂടെ ചോദിക്കണം നിങ്ങൾ എവിടെയാന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലാണ് താമസിക്കുന്നത്. എറണാകുളം ജില്ലയില് പിറവത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പോൾ അമ്മയുടെ പേരൊക്കെ ചിലരൊക്കെ ചോദിച്ചു. അമ്മയുടെ പേരൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. പൊന്നമ്മ എന്നാണ് പേര്. എൻ്റെ പേര് അനീഷ് എന്നാണ് പേര്. ഞാൻ സ്കൂളിലാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത്, അധ്യാപകനാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. എന്നെ കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾ ആരെയും ഇങ്ങോട്ട് ക്ഷണിക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടും വളരെ മോശമാണ്. പണ്ട് ചില ആൾക്കാരൊക്കെ ചോദിക്കുന്നത് വന്നം കാണണം എന്നൊക്കെ ഉണ്ടെന്നൊക്കെ ഇങ്ങനെ കുറെ പേരൊക്കെ ഇങ്ങനെ പറയാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ അമ്മ തന്നെ ഞങ്ങളുടെ വീട് മോശം എന്ന് പറഞ്ഞാല് ഞങ്ങളുടെ വീട് ഒരു കൊച്ചു വീടാട്ടോ. ഞങ്ങളുടെ വീട് പണ്ടത്തെ ഒരു 10-40 കൊല്ലത്തിന് മുമ്പുള്ള ഒരു ചെറിയ വീടാണ്. ഇന്നും ഞങ്ങൾ അതിലാണ് താമസിക്കുന്നത്. അപ്പം പിന്നെ ഞങ്ങൾക്ക് വഴിയില്ലാത്തതാണ് ഏറ്റവും. ഈ വീട് ഇപ്പൊ നമ്മൾ എങ്ങനെയെങ്കിലും ഇച്ചിരി വീടുണ്ടാക്കി പണിയാവുന്ന പോയാൽ നമ്മള് ഒരു വീട് പണിയുന്നതിലും കൂടുതൽ പൈസ ചുമട്ടൂല. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് ഇങ്ങനെ ഇതിനകത്ത് മെയിൻ്റെനൻസ് ചെയ്ത് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞു കൂടി. പിന്നെ ഞങ്ങൾക്ക് ഇച്ചിരി സ്ഥലം ഞങ്ങൾക്ക് ഉണ്ട് കേട്ടോ വേറെ. കാരണം വലിയ പ്രോപ്പർട്ടി ഒന്നുമില്ല. അതായത് അമ്മയ്ക്കും അച്ഛനും ഒപ്പം എനിക്കും ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നമുക്ക് ഈ വഴിയില്ലാത്തവർക്ക് വഴിയില്ലാത്തതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ വഴിയില്ലാതെ താമസിച്ച ആൾക്കാരായതുകൊണ്ട്
നമ്മള് ഒരു വഴിയുള്ള സ്ഥലം വാങ്ങിക്കണം എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇച്ചിരി സ്ഥലമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് വാങ്ങിച്ചിട്ട് കുറെ നാളായി, കുറെ നാളായി, 5-6 കൊല്ലം ആയതാ. 2018 കൊറോണയ്ക്കൊക്കെ മുമ്പ് ആ സമയത്ത് വാങ്ങിച്ചതാണ്. പക്ഷെങ്കിൽ അവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതിങ്ങനെ കിടക്കുവാണ്. ഒരു ഇച്ചിരി സ്ഥലമേ ഉള്ളൂ, ഒരു വീട് വെക്കാൻ മാത്രമുള്ള സ്ഥലമേ ഉള്ളൂ. റോഡ് സൈഡാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ വീട് വെക്കാനൊക്കെ ആയിട്ട് സ്ഥലം വാങ്ങിച്ച കടം തീർന്നിട്ട് വീട് വെക്കാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണ്. അതുകൊണ്ടാണ് ഈ വീട്ടിലൊന്നും ചെയ്യാതെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പം എല്ലാവർക്കും അല്ല വേറെ ഉണ്ട്. അവൾ ഈ മാങ്ങയുള്ള കാലത്തുണ്ടല്ലോ, ഈ മാങ്ങ അതൊക്കെ ഇപ്പൊ ആരും മാങ്ങ ഉണങ്ങുന്നില്ല. മാങ്ങാത്തൊലി മാങ്ങ ചെത്തി പൂളി എടുത്തിട്ട് ദശ കൂട്ടുമില്ല, പൂളി എടുത്തിട്ട് ഉപ്പ് തിരുമ്മി വെയിലത്ത് വെച്ച് മാങ്ങാത്തൊലി ഉണങ്ങും. മാങ്ങാത്തൊലി ഉണങ്ങും. ഈ മാങ്ങാത്തൊലി ഉണങ്ങിയിട്ട് ഭരണിക്കകത്തിട്ട് വെച്ചിട്ട് അത് നമ്മള് മാങ്ങയൊക്കെ തീർന്ന സമയത്ത് ഇപ്പൊ എന്നും മാങ്ങയുണ്ട്. അന്നൊന്നും മാങ്ങയില്ല. ഒരു സീസണിൽ നമുക്ക് മാങ്ങ കിട്ടുള്ളൂ. അപ്പൊ ഈ മാങ്ങാത്തൊലി നമ്മള് ഉപ്പിട്ട് വെച്ചിട്ട് നമ്മൾ ഉണക്കമീനൊക്കെ കറി വെക്കാൻ നേരത്തെ ഈ മാങ്ങാത്തൊലി എടുത്ത് കറി വെക്കും. പിന്നെ അതുപോലെ തന്നെ അന്നൊക്കെ നാട്ടുമാങ്ങ ഇഷ്ടം പോലെ. നാട്ടുമാങ്ങ താഴെ ഇടാതെ പൊട്ടാതെ പറിച്ചെടുത്തിട്ട് വലിയ ഭരണിക്കകത്തൊക്കെ ഉപ്പിനകത്ത് ഇട്ടിട്ട് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ച് ഈ കാന്താരി മുളക് ഇട്ട് വെച്ചേക്കും. അപ്പൊ ഈ കർക്കിടക മാസത്തിലൊക്കെ നമ്പൂരിമാരാ കൂടുതൽ ഇടുന്നത്. ഞങ്ങൾ അവരുടെ വീട്ടിലൊക്കെ പോയി മേടിച്ചോണ്ട് വരും കറി വെക്കാനൊക്കെ ഉണ്ട്. പക്ഷെ ആ ഉപ്പുമാങ്ങ കറി ഭയങ്കര ഇവിടെ ഫുൾ മാങ്ങ ഇങ്ങനെ അത് പറയുമ്പോ എന്റെ വായിൽ വെള്ളം നിറഞ്ഞു. ഉപ്പുമാങ്ങ നമ്മള് പണ്ട് ഉപ്പുമാങ്ങ ഇങ്ങനെ ഭരണിയിൽ ഇങ്ങനെ ഉപ്പും മാങ്ങയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വെക്കുമായിരുന്നു. അപ്പൊ എന്നിട്ട് അത് നമ്മൾ ഈ വേനൽക്കാലത്തൊക്കെയാ അല്ലെ, വേനൽക്കാലത്തല്ല മഴക്കാലത്തല്ല ഉപ്പുമാങ്ങ കറി വെക്കാൻ. ഉപ്പുമാങ്ങ കറി മാത്രല്ല, അതിങ്ങനെ പൂളി വെറുതെ ഇരുന്ന് കഴിക്കും. അല്ല കറി വെക്കാൻ വെള്ളവും നല്ലതാ, കറി വെക്കാനൊക്കെ മാങ്ങയും നല്ലതാ. വെള്ളം ചുമ്മാ ഒഴിച്ച് ചോറിനാലും നല്ല. അങ്ങനെ പണ്ടൊക്കെ ഉള്ളവരൊക്കെ ഞങ്ങളുടെ കാലത്തൊക്കെ ചെയ്തു വെക്കുമായിരുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, പണ്ടത്തെ കാര്യം എന്റെ ഓർമ്മയിലാണെങ്കിൽ എനിക്കുള്ളത്, അമ്മയുടെ ഒക്കെ വീടിന്റെ ഒക്കെ മുകളിലൊക്കെ കുറെ കശുമാവാർന്നു പണ്ടല്ലേ. എന്തോരെ കശുമാവാർന്നു. ഈ സമയത്തല്ലേ കശുമാങ്ങ ഉണ്ട് അവിടെ? ഈ സമയത്ത് വേനൽക്ക് വെക്കേഷൻ ടൈമിൽ കശുമാങ്ങ അപ്പോഴും. എന്നിട്ട് കശുമാങ്ങയൊക്കെ പറിച്ച് എപ്പോഴും കശുമാങ്ങ തിന്നുമായിരുന്നു പണ്ട്. കശുമാങ്ങ ഇങ്ങനെ മഞ്ഞ കളറുള്ള കശുമാങ്ങ, ചുമന്ന കളറുള്ളതുണ്ട്. അതിങ്ങനെ തൊടുത്ത് തൂങ്ങി കിടക്കുന്ന രസമാണ്. ഇപ്പൊ അല്ല, ഞാൻ കണ്ടിട്ടേ ഇല്ല. നമ്മുടെ പറമ്പിലും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ വീടിന്റെ താഴത്തേക്കുള്ള ലൈനായിട്ട് കശുമാങ്ങ ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കശുമാവ് ഉണ്ടായിരുന്നു, നമ്മുടെ ഈ അടുക്കളയുടെ തൊട്ടപ്പുറം ഒരു കശുമാവ് ഉണ്ടായിരുന്നു. അതിലൊക്കെ വിട്ട് മഞ്ഞയും ചോപ്പും ഒക്കെ കിട്ടുമായിരുന്നു കശുമാങ്ങ. അതിങ്ങനെ നമ്മൾ വേനൽക്കാലത്തൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ഉപ്പും കൂടെ ഉപ്പും കൂടെ വെതറിയിട്ട് അതിങ്ങനെ എടുത്ത് കഴിക്കും. എന്താ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ ടേസ്റ്റ്. പിന്നെ അതിന്റെ ജ്യൂസ് ഇങ്ങനെ എടുത്തിട്ട് കശുമാങ്ങ പിഴിഞ്ഞ് ഉപ്പിനകത്ത് വെച്ച് അങ്ങനെ കുടിക്കുമായിരുന്നു. അങ്ങനെയൊക്കെ പല രീതിയിൽ കശുമാങ്ങ കുടിക്കുമായിരുന്നു. ഇന്നാൾ എനിക്ക് കശുമാങ്ങപ്പഴം കഴിക്കാൻ ഭയങ്കര കൊതി എന്ന് പറഞ്ഞാൽ ഭയങ്കര കൊതിയാണ്. ഞാൻ ഒരിക്കൽ പാലക്കാടിന് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ട്, അപ്പൊ ഈ പാലക്കാട് അങ്ങനെ പോണ സ്ഥലത്ത് ഇങ്ങനെ ഒത്തിരി കശുമാങ്ങ, ഞാനത് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് പോയതാണ്, സ്ഥലം കറക്റ്റ് ഞാൻ ഓർക്കണം. അവിടെ ഇങ്ങനെ കശുമാവുകൾ ഒത്തിരി ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ ബസ്സിൽ പോയതുകൊണ്ട് ഞാൻ പറയും, ദൈവമേ ഇവിടെ ഇങ്ങനെ ഒത്തിരി കശുമാങ്ങ നിൽപ്പുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു കശുമാങ്ങപ്പഴം പറിക്കാൻ കിട്ടുമായിരിക്കും എന്ന് ഇങ്ങനെ വിചാരിച്ചു. അതുപോലെ ഞാൻ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൽക്കത്തയ്ക്ക് പോയായിരുന്നേ, 1 വർഷം മുമ്പ്. അപ്പൊ കൽക്കത്തയ്ക്ക് പോയപ്പോ അവിടെ നമ്മള് ഒരു പാർക്കിൽ പോയപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ കശുമാങ്ങപ്പഴം വിൽക്കാനൊന്നുമല്ല, കശുമാങ്ങപ്പഴം അവിടെ ഇങ്ങനെ വലിയ കാര്യമായിട്ട് അവര് പാർക്കിന്റെ അകത്ത് ഇങ്ങനെ നട്ടുവെച്ചാണ്. കശുമാങ്ങപ്പഴം ഇങ്ങനെ ചുമന്ന് കിടക്കുന്നുണ്ട്. എനിക്ക് പറിക്കണമെന്നുണ്ട്. അപ്പൊ സെക്യൂരിറ്റി ഒക്കെ അപ്പുറം എപ്പോഴുള്ളതുകൊണ്ട് അത് പറിക്കാൻ പറ്റില്ല. കുറെ പ്രാവശ്യം നോക്കി എങ്ങനെ അടിച്ചു വേണ്ടി ഒരു കശുമാങ്ങപ്പഴം പറിച്ച് തിന്നാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ കഴിക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഉള്ള കുഞ്ഞുങ്ങൾക്കൊന്നും കശുമാങ്ങപ്പഴം ഒന്നും അവർ തിന്നതിന്റെ രുചിയൊന്നും അവർക്ക്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറെ ഡിലേ ആയി. ഇന്ന് ഞങ്ങൾ രാവിലെ ഉണ്ടാക്കാൻ പോകുന്നതെന്നറിയോ, ഇഡ്ഡലിയാണ് അല്ലേ. ഇഡലിയും തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇന്നത്തെ കുക്കിംഗ് എന്റെയാണ്. തക്കാളി ചമ്മന്തി ഉണ്ടാക്കേണ്ട ജോലി എന്റെയാണ്. എന്റെ തക്കാളി ചമ്മന്തി അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള കാര്യം പറയാലോ. ഞാനപ്പോ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് പോട്ടെ. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം. ഒപ്പം കമന്റുകളൊക്കെ എല്ലാവരെയും കമന്റുകൾ വായിക്കാറുണ്ട്. ഒത്തിരി പേര് സ്ഥിരമായി നമുക്ക് കമന്റ് അയക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും താങ്ക്സ് അറിയിക്കാണ്. ഒരു Q&A ഒക്കെ നടത്തണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ദീപനാളം ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയണം. ഒപ്പം നമുക്ക് അമ്മയ്ക്ക് സുഖമില്ലെങ്കിലും അമ്മയ്ക്ക് കൈക്കൊക്കെ ഇപ്പം ഭയങ്കര വേദനയൊക്കെ ഉണ്ട്. ഹോസ്പിറ്റലിലൊക്കെ അടുത്ത ദിവസം നമുക്കൊന്ന് പോകാന്നൊക്കെ. ഞങ്ങൾ തൊടുപുഴയിൽ ഹോസ്പിറ്റലിൽ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ അമ്മയ്ക്ക് പൾമനോളജി ഡിപ്പാർട്ട്മെന്റിൽ കാണിക്കണം, ശ്വാസകോശത്തിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അത് കാണിക്കണം. അപ്പൊ അമ്മേനെ ഹാർട്ടിന്റെ ഡോക്ടറാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് തൊടുപുഴ ചാഴികാട്ട് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട്. അച്ഛനെ കാണിക്കുന്നത് തൊടുപുഴ സെന്റ് മേരീസിലാണ്. അപ്പൊ ചാഴികാട്ട് ഹോസ്പിറ്റലിൽ ഓർത്തോയും പൾമനോളജിയും കുഴപ്പമില്ലെന്നാണ് പറയുന്നത്. അപ്പൊ എന്നാൽ
അവിടെ കൊണ്ടുവന്ന് രണ്ടും കൂടെ ഒരേ ഹോസ്പിറ്റലിൽ തന്നെ 2 ഡോക്ടേഴ്സ് ആകുമ്പോൾ അവർക്ക് ആ മെഡിസിൻസ് ഒക്കെ നോക്കി അങ്ങനെ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള പരിപാടിയൊക്കെ നോക്കട്ടെ. അപ്പൊ എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ്. ഞങ്ങൾ വെറുതെ ജസ്റ്റ് വർത്താനം പറഞ്ഞു വിചാരിക്കരുത്. ഞങ്ങൾ വർത്താനം പറഞ്ഞാൽ നിങ്ങളോട് പറയാനുള്ള കുറെ കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാണ്, സംസാരിക്കാനായിട്ട് വന്നതാണ്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.